നാട്ടുകാർ മുഴുവൻ കൂടണ്ടാകുമ്പം ഒന്നിച്ചിക്കണ ആളല്ല ഭാര്യ. അല്ല, ഭർത്താവ് ഗൾഫിലല്ല, പൈസ ഉണ്ടാവും നാട്ടിൽ കൂടെ ചെത്തിപ്പൊളിച്ചിങ്ങനെ പോകാൻ വണ്ടി ഉണ്ടാവട്ടോ. മൂപ്പരവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് നാട്ടിൽ വരുമ്പോ നിങ്ങൾ എന്തേ പോകുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ട് ഞങ്ങൾ ഇവിടെ എന്താ കാട്ടുക, അത് ചോദിക്കാൻ സോള. എന്തിനാണ് ഒരു ഭാര്യ ഒരു ഇക്കാക്കാനോട് ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ജീവിതത്തിൽ കട്ടപ്പാട് നിരമ്പ് പൊന്തി തളരുമ്പം അല്ല നിങ്ങളിപ്പോ ഇങ്ങനെ ഈ കടത്തം കിടന്നാൽ ഞങ്ങൾ എന്താ കാട്ടുക? അങ്ങനെയല്ല കാക്ക, എന്താ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഞാൻ ജോലിക്ക് പോകണോ, അത് നമുക്കൊരു അസുഖം മാറും വരെ വേറെ എന്തെങ്കിലും ചെയ്യണോ? അത് പരിഹരിക്കാനുള്ള ഒരു ഭാര്യ. അത് നിങ്ങൾ ചോദിച്ചാൽ ഒരു ഇക്കാക്കാന്റെ മനസ്സ് മാതി, അയാൾ സംതൃപ്തിയോടുകൂടി ഏറ്റെടുക്കും. പക്ഷെ അത് ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വാക്ക്. ഒരു ഭാഗം കൂടി പറയാൻ, ഒറ്റ കാര്യം കൂടി പറയാൻ. ചില സഹോദരിമാരെ ഞാൻ കുറ്റപ്പെടുത്തി പറയല്ലോ, നന്മയെപ്പോലും പുച്ഛിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് സംസാരിക്കണം കേട്ടുകണ്. ഏതെങ്കിലും കമ്മിറ്റിയിലൊക്കെ തെരഞ്ഞെടുക്കും, ഒരാളെ സംബന്ധിച്ചുള്ള അയാൾക്ക് സന്തോഷമായിരിക്കും. അയാളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ മദ്രസ കമ്മിറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നാട്ടിലെ രാഷ്ട്രീയം ക്ലബ്ബ് എന്തെങ്കിലും PTA കമ്മിറ്റിയിൽ തെരഞ്ഞെടുത്തു. എന്തിനായിരിക്കും അയാൾ ഭാര്യമാരോട് പറയണത്? അൽഹംദുലില്ലാ എന്നൊരു വാക്ക് കേൾക്കാനേക്കാരം. ചിലവര് ഇനിയിപ്പോ കമ്മിറ്റിന്റെ കഥ കണ്ടെന്നെ അറിയണം, അങ്ങോട്ടുള്ള മറുപടിയാണ്. ഇന്നൊരു കമ്മിറ്റിക്ക് തെരഞ്ഞെടുത്തു എന്നൊരു ഭർത്താവ് പറഞ്ഞ ഇനിയിപ്പോ ആ കമ്മിറ്റിന്റെ കഥ കണ്ടെന്നെ അറിയണം. നിങ്ങൾക്കത് കോമഡി ആയിക്കാരം, പക്ഷെ ആ കോമഡി നിങ്ങൾ വാപ്പാണ്ട് പറയല്ലോ. ഇല്ല, എന്തേ വാപ്പാക്കത് കോമഡി ആയിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇക്കാക്കാനോട് കോമഡി അല്ല. അദ്ദേഹത്തിന് ഒരു ആദരവ് കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നല്ല വർക്കറിനുള്ളതോ അല്ലെങ്കിൽ ഒരു കോട്ട് അംഗീകരിച്ചതിന്റെയോ പൈസ ഉണ്ടാക്കിയതിന്റെയോ ഒരു ആദരവ് കിട്ടി. അത് ഭയങ്കര സന്തോഷം അദ്ദേഹം വീട്ടിലെന്ന് പറയുമ്പോ എനിക്കിങ്ങനെ ഒരു ആദരവ് കിട്ടിക്കണ്. ആള് മാറിയതൊന്നല്ലല്ലോ ഓളവക. സഹോദരിമാരെ, അങ്ങനെ പറയുക, അങ്ങനെ പറയാനാണെങ്കിൽ എന്തിനാണ് അസ്വാജ് എന്ന് അള്ളാഹ് പറഞ്ഞത്? എന്തിനാണ്? ലാഭം കിട്ടി എന്ന് പറയുമ്പോൾ കട്ടതൊന്നല്ലല്ലോ, ആള് മാറിയതെന്നല്ലല്ലോ, ഓർക്ക് പഴച്ചോയതെന്നല്ലല്ലോ. സഹോദരിമാരെ, അതിന് പകരം അൽഹംദുലില്ലാ ഞാൻ കുറെ കാലമായി അതിനു വേണ്ടി പ്രാർത്ഥിക്കണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതിന് പടച്ചോൻ തന്നല്ലോ. മക്കളെ ഫോൺ വിളിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞത്, ബാപ്പാക്കേ അൽഹംദുലില്ലാ പുതിയൊരു കമ്മിറ്റിയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, ബാപ്പാക്കേ പുതിയ കുറച്ച് ലാഭത്തിന്റെ പൈസ കിട്ടിക്കണട്ടോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിങ്ങളോട് ചിലപ്പോൾ പ്രകടിപ്പിക്കാത്ത ഒരു തണുത്ത വെള്ളം ഇങ്ങനെ കിനിഞ്ഞു ഉറ്റും. അതിന്റെ പേരാണ് ദാമ്പത്യം, അതിന്റെ പേരാണ് ഇഷ്ടം, അതിന്റെ പേരാണ് മവദ്ദത്ത്, അതിന്റെ പേരാണ് റഹ്മത്ത്, അതിന്റെ പേരാണ് ഖുർറത്തു ഐൻ. അത് അനുഭവിക്കാൻ നമ്മൾ അദ്ദേഹത്തെ പരിഗണിക്കുക, ആദരിക്കുക, സ്നേഹിക്കുക. പ്രവാചകൻ പറഞ്ഞ പോലെ തന്റെ ജീവിതത്തിൽ തന്നെക്കാളധികം ഇക്കാക്കയെ സ്നേഹിക്കുന്നവനെ അള്ളാഹുവും പ്രവാചകനും സ്നേഹിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.